ഇന്നൊരു ഔഷധ ചെടിയെ പരിചയപ്പെടുത്താൻ കേട്ടോ. ഇത് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാവുന്നതാണ്, പക്ഷെ ഇത് അറിയാത്തവർ ഇനിയുണ്ട്. അപ്പോൾ ആ ചെടിയെ ഒന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളൊന്ന് കാണിക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ മുറികൂട്ടി മുറിവണക്കി എന്ന് പറയുന്ന ഒരു അത്ഭുത അല്ലെങ്കിൽ ഒരു ഔഷധ ചെടിയാണ്. നിർബന്ധമായിട്ടും നമ്മുടെ വീട്ടിൽ വേണ്ട ഒരു ചെടിയാണ്. നമ്മുടെ കൊച്ചുകുട്ടികൾ മുതൽ ആർക്കും, ഷുഗർ പേഷ്യൻ്റ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഏതുതരം മുറിവുകളെയും ഹീൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഉണക്കുന്ന, കരിക്കുന്ന ഈ ഒരു ചെടി നിർബന്ധമായിട്ടും നമ്മുടെ വീട്ടിൽ വേണം കേട്ടോ. അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഒത്തിരി പേർക്ക് അറിയാവുന്നതാണെങ്കിലും ഈ ഒരു ഇലയുടെ നല്ല ഇലകൾ, നല്ല എന്താ പറയുക, ചാറ് കിട്ടുന്ന തരത്തിലുള്ള ഇലകൾ, അധികം ഉണങ്ങി പോവാത്ത ഇലകൾ എടുത്ത് നമ്മളൊന്ന് കഴുകി, പൊടിയുണ്ടെങ്കിൽ ഒന്ന് കഴുകിക്കളയുന്നത് നല്ലതായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് തുടച്ച് വെള്ളമയം അധികം ഇല്ലാതെ നമ്മുടെ കൈകളുടെ ഉള്ളം കൈയിലിട്ട് തിരുമ്മി ശരിക്കും അതിനെ എന്താ പറയുക, ഒരു ചാറെടുത്ത് നേരെ നമ്മുടെ മുറിവിലേക്ക് എത്തിച്ചാൽ മതി. ഇന്ന് ഉണ്ടാവുന്ന മുറിവ് അപ്പം തന്നെ നമ്മളിടുകയാണെങ്കിൽ ആ ഒരു ദിവസം കൊണ്ട് തന്നെ കരിഞ്ഞു പോകും. ഇനി ഒരു ദിവസം വൈകിയാലും കുഴപ്പമൊന്നുമില്ല. 1-2 ദിവസം കൊണ്ട് നമ്മുടെ ആ മുറിവ് മൊത്തം ഉണങ്ങും. എത്ര ആഴത്തിലുള്ള മുറിവായാലും ഉണങ്ങുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് എന്നും മുറിവ് പറ്റുന്ന ഒരാളാണ്. അപ്പോൾ ആളുടെ മുറിവുകൾ ഉണക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടേ ഇല്ല. ഈ ഒരു ചെടിയുടെ ചാറ് ഒഴിച്ച്, കാരണം ആൾ ടൂൾ സംബന്ധമായ ഒരു ഷോപ്പും കൂടിയാണ്, സർവീസും കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും കൈക്ക് എപ്പോഴും പരിക്ക് പറ്റുന്ന ആളാണ്. അപ്പോൾ ഈ ഒരു ചെടിയാണ് കേട്ടോ ഞങ്ങൾക്ക് ഒത്തിരി ഹെൽപ്പായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ആഗോളതലത്തിലെയും രാജ്യാന്തര തലത്തിൽ ഒത്തിരി ഗുണങ്ങൾ ഉള്ള ചെടിയായിട്ട് ഇപ്പോൾ ഗവേഷകർ കണ്ടെത്തിയിരിക്കുകയാണ്. ഇതിന് ഒത്തിരി വില കൊടുക്കണം. ഇത് ഏതെങ്കിലും പറമ്പുകളിലോ ചെടികളിലോ അത് അലക്ഷ്യമായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഇതുപോലെ ഒരു നല്ലൊരു ചെടിച്ചട്ടിയിൽ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഏതെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക. ചെറിയൊരു കമ്പ് മതി നമുക്ക്. ഇത് ഒത്തിരി ഇങ്ങനെ പടർന്നു പോയി ഉണ്ടായിക്കോളും. അതിൻ്റെ ഒരു ചെറിയ കമ്പ് കൊണ്ട് നട്ടാൽ മതി. പെട്ടെന്ന് തന്നെ അത് വളർന്ന് വലുതായിക്കോളും. വെറുതെ കുറച്ച് ചാണകപ്പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നനവും വേണം കേട്ടോ. കുറച്ച് വെള്ളം കൂടി, നനവ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തണൽ ഭാഗത്ത്, വലിയ ഉദിച്ചു വരുന്ന വെയിലല്ല, ഒരു പാർഷ്യൽ തണൽ കിട്ടുന്നിടത്ത് നടുകയാണെങ്കിൽ നല്ല ഉഷാറായിരിക്കും. ഞാനിത് ചെടിച്ചട്ടിയിൽ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെടിയുടെ അറിവ് അറിയാത്തവർക്ക് വേണ്ടി വീണ്ടും ഷെയർ ചെയ്യാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്ന ഈ ചെടി, ഔഷധ ചെടി നിർബന്ധമായിട്ടും വീട്ടിൽ വേണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.